കേരള സംസ്ഥാനത്തിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിലെ ചെറുതും വലുതുമായ നേതാക്കന്മാർ പലവിധ ഗണ്ണിക്കുകളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങൾക്ക് അസംബ്ലി സീറ്റുകൾ സംഘടിപ്പിക്കാനും അഥവാ UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനമടക്കുന്ന സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനും വേണ്ടി പലവിധ കുതന്ത്രങ്ങളും അടവുകളും പയറ്റിക്കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചെറുതും വലുതുമായ നേതാക്കന്മാരൊക്കെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനമായി രംഗത്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, നിലവിൽ പാലക്കാട് MP-യുമായ രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അത് കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെ മത്സരിക്കണം. എങ്കിൽ തനിക്ക് വിജയം സുനിശ്ചിതമാണ് എന്ന് അയാൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഏത് വിധേനയും കോൺഗ്രസ് പാർട്ടിയിൽ തിരിച്ചു കയറിയേ പറ്റൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം. അതിന് അദ്ദേഹം നടത്തിയിട്ടുള്ള നിരവധി കുതന്ത്രങ്ങളുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി കുതന്ത്രങ്ങളും അടവുകളുമുണ്ട്. അതിൽ പ്രധാനം തൻ്റെ അനുയായികളെ ഉപയോഗിച്ച് തന്നെ വെള്ളപൂശിയെടുക്കുക എന്നുള്ളതാണ്. അനുയായികൾ എന്ന് പറയുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ സൈബർ ഗുണ്ടകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ കക്ഷിയുടെയും അയാളുടെ തലതൊട്ടപ്പനായ ഷാഫി പറമ്പിലിൻ്റെയും അനുയായികൾ എന്ന് പറയപ്പെടുന്ന നിരവധിയായ സൈബർ ഗുണ്ടകൾ, PRO പ്രവർത്തകർ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ അകമഴിഞ്ഞ പിന്തുണയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് വെള്ള പൂശിയെടുത്ത് മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ താറടിച്ച് കാണിച്ചിട്ടാണെങ്കിൽ കൂടി ഈ പാർട്ടിയിലേക്ക് ഇയാളെ തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു സ്വകാര്യ ചാനലിൽ ഒരു അഭിമുഖം വന്നു. അതായത് രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ഒരു അഭിമുഖം. ഇതൊരു പെയ്ഡ് ഇന്റർവ്യൂ ആണ് എന്ന് പല കോണുകളിൽ നിന്നും വിമർശനം വന്നിട്ടുണ്ട്. അതായത് ലക്ഷക്കണക്കിന്, ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപ ആ ചാനലിന് കൊടുത്തുകൊണ്ട് ഒപ്പിച്ചെടുത്ത ഒരു അഭിമുഖമാണ് ഇത് എന്നാണ് പലരും പറയുന്നത്. ഇതിന് ആ ചാനൽ നിന്ന് കൊടുത്തു എന്നും പറയുന്നു. ഇവിടെ ചാനലിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മലയാളത്തിലെ വാർത്താ ചാനലുകളൊക്കെ വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പലതും നട്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നിലനിൽപ്പ് അവരെ സംബന്ധിച്ച് വലിയ ബാധ്യതയാണ്. ആ സാഹചര്യത്തിൽ ഏത് കോണിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ സംഭാവനകൾ ലഭിച്ചാലും അത് സ്വീകരിച്ചുകൊണ്ട് സംഭാവന നൽകിയവർക്കുള്ള ഉപകാര സ്മരണ ചെയ്തു കൊടുക്കാൻ ഈ ചാനലുകൾ തയ്യാറാവും. അതിൻ്റെ ഉദാഹരണമാണ് കണ്ടമാനം കാശ് വാങ്ങിക്കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്ത ഈ അഭിമുഖ അവസരം എന്നാണ് ചിലരൊക്കെ പറയുന്നത്. ഇവിടെ ഈ ചാനലിന് വേണ്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അഭിമുഖം നടത്തിയത് ആഷിൻ ഇബ്രാഹിം താജ് എന്ന് പറയുന്ന യുവ മാധ്യമ പ്രവർത്തകനാണ്. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അയാൾക്കും ചാനലിന്റെ നിലനിൽപ്പിനോടൊപ്പം തൻ്റെ ജോലിയുടെ നിലനിൽപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എന്താണോ ചാനൽ മുതലാളിമാർ ആവശ്യപ്പെടുന്നത് അതുപോലെ പ്രവർത്തിക്കുകയെ ഈ ആഷിൻ താജിനെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റെല്ലാ മാധ്യമപ്രവർത്തകരുടെയും ഒരു നിലവാരം അതാണ്. അതല്ലാതെ മറ്റ് മാർഗങ്ങൾ അവരുടെ മുമ്പിൽ ഇല്ല. ഏതായാലും ഇതൊരു പെയ്ഡ് അഭിമുഖമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് അഭിമുഖത്തിലെ ചോദ്യങ്ങൾ വന്നതും അതിന് രാഹുൽ മാങ്കൂട്ടം കൊടുത്ത ഉത്തരങ്ങൾ വന്നതും. എങ്ങനെയാണ് ഈ ഇന്റർവ്യൂ നടന്നത് എന്ന് നമുക്ക് സാധാരണഗതിയിൽ
ആഷിം ഇബ്രാഹിം താജ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ തനിക്ക് എതിരെ വരുന്ന വ്യക്തിത്വങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്ന രീതികൾ പലപ്പോഴും നമ്മൾ നോക്കി കണ്ടിട്ടുണ്ട്. തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത് എത്ര വലിയ നേതാവായാലും ശരി, എത്ര വലിയ മാന്യനായാലും ശരി, എത്ര വലിയ സെലിബ്രിറ്റി ആയാലും ശരി, അവരെ വിവിധങ്ങളായ ചോദ്യങ്ങൾ കൊണ്ട് ചോദ്യങ്ങളുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ശൈലിയാണ് സാധാരണ ആഷിം താജ് ഇബ്രാഹിം എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകൻ സ്വീകരിക്കാറുള്ളത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായ ഒരു സമീപനമായി പോയി രാഹുൽ മാങ്കൂട്ടത്തിന് അഭിമുഖം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ഇരുന്നപ്പോൾ സംഭവിച്ചത് എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഇവിടെ ചോദ്യകർത്താവിന് കാര്യപ്പെട്ട റോളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട റോൾ നിർവഹിച്ചത് ഈ ഉത്തരം കൊടുത്ത വ്യക്തിയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന 1-ാം നമ്പർ പോടന് തൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള അവസരങ്ങൾ കൃത്യമായി എടുത്തിട്ട് കൊടുക്കുന്ന ചോദ്യങ്ങൾ മാത്രമായിരുന്നു ആഷിം ഇബ്രാഹിം എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളത് വളരെ ഖേദകമാണ്. ഏതായാലും ഇവിടെ രാഹുൽ മാങ്കൂട്ടം തൻ്റെ വ്യക്തിത്വം വെള്ളപൂശാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച അല്ലെങ്കിൽ പരിശ്രമങ്ങൾ നടത്തിയ കാഴ്ചയാണ് ഈ ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ടത്. തനിക്ക് പല പെൺകുട്ടികളുമായിട്ടും ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് എന്ന് ഇയാൾ പറയുന്നുണ്ട്. എന്നാൽ അതൊരു പീഡനമായിരുന്നില്ല, മറിച്ച് ഉഭയകക്ഷി സമ്മതത്തോടു കൂടി നടത്തപ്പെട്ടിട്ടുള്ള സംഗീതികളായിരുന്നു, വീഴ്ചകളായിരുന്നു, ബന്ധങ്ങളായിരുന്നു, പ്രണയങ്ങളായിരുന്നു എന്ന് ഇയാൾ പറഞ്ഞ് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളൊന്നും തന്നെ ആഷിമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുമില്ല. താങ്കൾ വല്ല പെൺകുട്ടികളുമായിട്ടും ആത്മാർത്ഥമായ പ്രണയം സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് ആഷിം ചോദിക്കുകയുണ്ടായില്ല. താങ്കൾ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതിനെ കുറിച്ച് ഇയാൾ ചോദിക്കുകയുണ്ടായില്ല. അങ്ങനെ പീഡന പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് പരാതികളുമായി വന്നിട്ടുള്ള പെൺകുട്ടികളുടെ സമീപനങ്ങളോ അവരുടെ വിശദീകരണങ്ങളോ ചോദ്യങ്ങളോ ഒന്നും സ്പർശിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ആഷിം ഇബ്രാഹിം ചോദിച്ചത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തന്നെ പുറത്താക്കാനുള്ള അവകാശവുമുണ്ട്, അധികാരവുമുണ്ട്. പക്ഷേ തന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാനുള്ള അവകാശവും അധികാരവും ഈ പാർട്ടി നേതാക്കന്മാർക്ക് ഇല്ല എന്ന്. അതിൻ്റെ അർത്ഥം താനിപ്പോഴും കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ ഈ പാർട്ടി തന്നെ പുറത്താക്കുന്നതിന് മുമ്പ് തനിക്ക് പറയാനുള്ളത് പറയാൻ അല്ലെങ്കിൽ കേൾക്കാൻ പാർട്ടി നേതാക്കന്മാർ സന്നദ്ധമായില്ല എന്നും രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്. അങ്ങനെ സന്നദ്ധമായിരുന്നു എങ്കിൽ തൻ്റെ ഭാഗ്യം ന്യായീകരിച്ച് താൻ ഒരു വിശുദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ച് താൻ പാർട്ടിയിൽ തന്നെ തുടരുമായിരുന്നു എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. മാത്രവുമല്ല, താങ്കൾ നിരപരാധിയാണെങ്കിൽ, താങ്കൾക്കെതിരെ വരുന്നത് കള്ളക്കേസുകളാണെങ്കിൽ, ഈ ആരോപണങ്ങളൊക്കെ അസത്യങ്ങളാണെങ്കിൽ, താങ്കളുടേതായി പുറത്തു വന്നിട്ടുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ കൃത്രിമമാണ് എങ്കിൽ താങ്കൾ എന്തുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം പോലും നമ്മുടെ ആഷിം ഇബ്രാഹിം താജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് രാഹുലിനെ വെള്ളപൂശാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ ഇന്റർവ്യൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനിയും രാഹുൽ മാങ്കൂട്ടം പറയുകയാണ്, താൻ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവിന്റെ അഥവാ MP-യുടെ മകളെ പ്രണയിച്ച് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ വിഷയം നിങ്ങൾ ചർച്ചയാക്കിയാൽ, സമൂഹത്തിൽ അതൊരു വലിയ ചർച്ചയാക്കിയാൽ ആ പെൺകുട്ടിയുടെ ഭാവി എന്തായിരിക്കും, ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് രാഹുൽ മാങ്കൂട്ടം ഒരു മറുചോദ്യം ആഷിമിന്റെ മുമ്പിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ താൻ ആ പെൺകുട്ടിയെ പ്രണയിച്ചു, പീഡിപ്പിച്ചു, ചതിച്ചു, അങ്ങനെ പലതും ചെയ്തു. അത് എൻ്റെ ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ പരാതിപ്പെടാൻ പാടില്ല, മാധ്യമങ്ങൾ അത് വാർത്തയാക്കാൻ പാടില്ല.
പരാതിയുമായിട്ട് ഈ പെൺകുട്ടി രംഗത്ത് വരാനും പാടില്ല. അവൾ ഭാവിയിൽ നല്ലൊരു കുടുംബ ജീവിതം നയിക്കണം എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞു വരുന്നത്. അതിൻ്റെ അർത്ഥം താൻ ചെയ്ത പ്രവൃത്തി അത് എത്ര വൃത്തികെട്ടതാണെങ്കിലും അതിനെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യാൻ പാടില്ല. താനങ്ങനെ പല പെൺകുട്ടികളെയും ചതിക്കും, അവരെ ഉപേക്ഷിക്കും, മറ്റൊരു ഇരയെ തേടിപ്പോകും. പക്ഷേ താനാൽ ചതിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് ഒരു ജീവിതം ഉണ്ടായി കാണണം എന്ന തരത്തിൽ വളരെ നിഷ്കളങ്കമാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടൻ ആഷിം ഇബ്രാഹിമിന്റെ മുമ്പിൽ തന്റെ മകൻ ന്യായീകരിച്ച് പോകുന്നത്. അപ്പോൾ തട്ടിമറിഞ്ഞ് ഇങ്ങനെ ഒരു അഭിമുഖം സംഘടിപ്പിച്ചത് വളരെ ആസൂത്രിതമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതിന്റെ പിന്നിൽ കോൺഗ്രസിന്റെ സൈബർ ഗുണ്ടകൾ മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രഗത്ഭ നേതാക്കന്മാരും ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി പാർട്ടിക്ക് ഒരു ബാധ്യതയാണ് പ്രശ്നം. അയാൾ പാർട്ടിയുടെ അകത്ത് നിന്നാലും പാർട്ടിക്ക് പുറത്തു നിന്നാലും അത് പാർട്ടിക്ക് വലിയ തലവേദനയായിരിക്കും. അതുകൊണ്ട് ഈ പാർട്ടി വലിയൊരു തെരഞ്ഞെടുപ്പിന് നേടാൻ പോകുന്ന സാഹചര്യത്തിൽ ഇയാളെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയല്ലാതെ മറ്റ് നിർവാഹമില്ലാത്തൊരവസ്ഥയിലാണ് ഈ പാർട്ടി അകപ്പെട്ട് പോയിരിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടം പുറത്ത് നിൽക്കുന്നിടത്തോളം കാലം എന്തെല്ലാം വിമർശനങ്ങളാണ് കോൺഗ്രസ് പാർട്ടിക്കെതിരെ വരിക എന്നുള്ള കാര്യത്തിന് യാതൊരു ഉറപ്പുമില്ല. തത്തുല്യമായ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള പലരും ഈ പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടം വിളിച്ചു പറഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ പ്രശ്നമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തള്ളാനും കൊള്ളാനും വയ്യാത്തൊരവസ്ഥ എന്ന് പറഞ്ഞതുപോലെ ഒരവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും ഇയാളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. നിലവിൽ ഇയാൾ കോൺഗ്രസ് പാർട്ടിയുടെ അംഗമല്ല, പ്രാഥമിക അംഗം പോലുമല്ല. കോൺഗ്രസ് പാർട്ടിക്ക് ഇയാളുടെ കാര്യത്തിൽ ഒരു ബാധ്യതയുമില്ല. എന്നിട്ടും ഇയാൾക്ക് പിന്തുണയും ന്യായീകരണവുമായിട്ട് പല കോൺഗ്രസ് നേതാക്കന്മാരും രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഒരു നിയമസഭ എത്തിക്സ് കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് ഭരണപക്ഷത്തെ അംഗങ്ങളുമുണ്ട്, പ്രതിപക്ഷത്തെ അംഗങ്ങളുമുണ്ട്. ഈ എത്തിക്സ് കമ്മിറ്റി അന്വേഷിച്ച് ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇയാളുടെ നിയമസഭാ സാമാജികത്വം റദ്ദാക്കുന്ന തരത്തിലേക്കുള്ള നടപടിയിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതാക്കന്മാരും ഭരണപക്ഷ നേതാക്കന്മാരും രണ്ട് തട്ടിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇയാളെ യാതൊരു കാരണവശാലും അയോഗ്യനാക്കാൻ പാടില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷ അംഗങ്ങൾ നിലകൊള്ളുന്നത്. അതിൽ കോൺഗ്രസ് നേതാക്കന്മാരുമുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുണ്ട്, UDFന്റെ ഘടകകക്ഷി നേതാക്കന്മാരാണ് ഇതിൽ പ്രധാനം. UDF നേതാക്കന്മാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും അഭിപ്രായത്തിൽ ഇയാളെ നിയമസഭാ സാമാജികത്വത്തിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല, അയാളുടെ MLA സ്ഥാനം റദ്ദ് ചെയ്യാൻ പാടില്ല എന്ന ഉറച്ച നിലപാടിലാണ് നിൽക്കുന്നത്. അതിന് കാരണം എന്താണ് എന്ന് വെച്ചാൽ ഇയാളെ ഈ തരത്തിൽ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നീട് ഇയാൾ കോൺഗ്രസിലെ മറ്റു നേതാക്കന്മാർക്കെതിരെയും ഘടകകക്ഷി നേതാക്കന്മാർക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും ഒക്കെ തത്തുല്യമായ കേസുമായിട്ട് രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് ഇവർ ഭയപ്പെടുന്നു. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ള നേതാക്കന്മാരിൽ പ്രധാനി പ്രതിപക്ഷ നേതാവ് PD സതീശൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇയാളെ MLA സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് പിന്നീട് ഒരു കീഴ്വഴക്കമായി മാറും. അങ്ങനെ ഒരു കീഴ്വഴക്കം നിലവിലില്ല. ഇയാളെ പുറത്താക്കി കഴിഞ്ഞാൽ തത്തുല്യമായ സംഗതികൾ ഭാവിയിലും വരാൻ സാധ്യതയുണ്ട്.
അത് പല രാഷ്ട്രീയ നേതാക്കന്മാരെയും ബാധിക്കാനും സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് തന്നെ ഇയാളെപ്പോലെയുള്ള ഇരപ്പാളികൾ ധാരാളമുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ ഇങ്ങനെയുള്ള നടപടികളെ നേരിടേണ്ടി വരും ഭാവിയിൽ എന്ന ഭയം കൊണ്ടാണ് വി.ഡി. സതീശൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി രമേശ് ചെന്നിത്തല മുതലായ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കെ മുരളീധരൻ എന്ന നേതാവിൻ്റെ പ്രസ്താവന വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം രാഹുൽ മാങ്കൂട്ടം പാർട്ടിയുടെ ഭാഗമല്ല. അയാൾക്ക് എന്തിനു സംഭവിച്ചാലും അത് കോൺഗ്രസ് പാർട്ടി ഒരു നിലക്കും ബാധിക്കുകയില്ല എന്ന് അസംയുക്തമായിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് കെ മുരളീധരൻ. അതുകൊണ്ട് മറ്റു കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ വാക്ക് മാറ്റി വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് രംഗത്ത് വരുന്ന ഈ സാഹചര്യത്തിൽ ഇനി കെ മുരളീധരന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ മലയാളികൾ കാത്തിരിക്കുകയാണ്. അതേ സമയത്താണ് കോൺഗ്രസിന്റെ ഒരു സമുന്നത വനിതാ നേതാവായ തീപ്പൊരി ഷഹനാസിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം വന്നിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടൻ ഒരു 1-ാം നമ്പർ അസൽ കോഴിയാണ് എന്നാണ് ഷഹനാസ് പറയുന്നത്. KPCC മെമ്പറാണ് ഷഹനാസ്. മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ഞരമ്പ് രോഗമാണ്. ഞരമ്പ് രോഗത്തിനുള്ള ചികിത്സയാണ് അയാൾക്ക് ഉടനടി വേണ്ടത് എന്ന തരത്തിലാണ് ഷഹനാസ് പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ പ്രസ്ഥാനവുമായിട്ട് വന്നിട്ടുള്ളത്. നിലവിൽ മറ്റു ചില ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ള ബിന്ദു കൃഷ്ണനെ പോലെയുള്ള ചില വനിതാ നേതാക്കന്മാരും കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടുമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുടെ സമ്മർദ്ദങ്ങളെ അവഗണിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് തങ്ങളുടെ ഈ നിലപാടിൽ എത്ര കാലം ഉറച്ചു നിൽക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളത് അത് കേരള മനസാക്ഷി കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്.